ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താ പറയുക മണാലിയിലെ അതായത് മണാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എന്താ പറയുക മണാലിയിലെ ഹോട്ടൽ സ്മഗ്ലേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെ കാഴ്ചയാണ് ഫുള്ള് മഞ്ഞ് മലയാണ്. കണ്ട എന്താ രസം. അപ്പോൾ 2-3 ദിവസം നമ്മൾ ഈ മണാലിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മണാലി നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെ ഫുൾ വീഡിയോസും നമ്മുടെ എന്താ പറയുക അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെയില്ല. നമ്മളിപ്പോൾ വന്നത് രാവിലെയാണ്. ഇപ്പോൾ രാവിലെ ഇന്നലെ ഡൽഹിയിലായിരുന്നു നമ്മൾ വീഡിയോസ് ചെയ്തത്. അപ്പോൾ ഡൽഹി നമ്മൾ രാത്രി വോൾവോ പിടിച്ച് ISBT കാശ്മീരി ഗേറ്റിൽ നിന്ന് വോൾവോ പിടിച്ചതിന് ശേഷം നമ്മൾ മണാലിയിലെത്തിയതിന് ശേഷം നമ്മളിവിടെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടുത്തെ ആദ്യത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് നമ്മൾ പോകുന്നത്. അതായത് സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹഡിംബ ദേവി ടെമ്പിൾ, വശിഷ്ഠ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യും. നാളെ മഞ്ഞിൽ കളിക്കുന്ന സോളാങ് വാലിയിലെ അടൽ ടണൽ, മറ്റന്നാൾ വേറെ ഏരിയാസ്, അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ബാക്കിൽ അൻവിയുടെ ബാക്കിലുണ്ട്. അൻവി നല്ല ജാക്കറ്റിൽ സെറ്റ് ചെയ്തിട്ട് നല്ല തണുപ്പാണ് ഇപ്പോൾ മണാലിയിൽ. ഏകദേശം ഒരു രാത്രി -6 വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 3 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഹോട്ടൽ സ്മഗ്ലേഴ്സിൻ്റെ ഇൻസൈഡിലെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മണാലിയിൽ എടുത്ത റൂമാണിത്. ഓക്കെ, നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ജസ്റ്റ് കയറിയിട്ടേയുള്ളൂ. കണ്ടോ, ഒരു സ്മഗ്ലറിൻ്റെ തീമിലുള്ള ഒരു ഗംഭീര സംഭവമാണ്. പിന്നെ ബെഡ് വരുന്നുണ്ട്. ബെഡ് ബെഡ്ഷീറ്റ് നല്ല രസമുണ്ടാണ് ഡിസൈനിൽ. ഇനി ഇവിടുത്തെ മാരകമായൊരു വ്യൂ ഉണ്ടാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഗംഭീരമായ വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ പടാ അൻവേ. ഓക്കെ, നമുക്ക് റൂം ടൂർ കണക്ക് പറഞ്ഞു കൊടുക്കും. റൂം ടൂർ മണാലിൻ്റെ അടിപൊളി റൂം അടിപൊളി കേട്ടോ. ഇവിടുത്തെ വ്യൂ ഒക്കെ ഇട്ടേ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഞ്ഞ് മലകൾ കാണാൻ പറ്റും. അടിപൊളി അതിൽ നല്ല വ്യൂ ഉണ്ട്. അൻവേ കണ്ടാ, ഇപ്പോഴത്തെ സൂര്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ എന്താ പറയുക സ്നോഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്നോ ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല തണുപ്പാണ്. ഏകദേശം മൈനസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മണാലി. നമ്മൾ റെസ്റ്റോറൻറ്റിന് ഓർഡർ ചെയ്ത ടൊമാറ്റോ സൂപ്പ് എന്ന കോണല്ലേ അൻവേ കുടിക്കുന്ന കോണല്ലേ, സ്വീറ്റ് കോൺ സൂപ്പ്. നമ്മൾ രണ്ടാളും ടൊമാറ്റോ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഫുഡ് ആയിട്ടാണ് ഈ ഹോട്ടൽ സ്മഗ്ലേഴ്സിൻ്റെ ഫുഡ്. രാവിലെ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഹഡിംബ ദേവി ടെമ്പിളിൽ പോകുന്നത്. ടാക്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടായതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. വെറുതെ കുളിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നന്മ കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് പറയാം. അടിപൊളി ടൊമാറ്റോ സൂപ്പ്, അടിപൊളി ഫ്രൈഡ് റൈസ്. മണാലിയിലെ ഫ്രൈഡ് റൈസ്. മണാലി ഫ്രൈഡ് ഇത് പനീറല്ലേ, പനീർ സൂപ്പ് വീട്ടിലെ ഫുഡായിട്ടാണ് മണാലിയിൽ. അത് നമ്മൾ കഴിക്കട്ടെ. ഇതാണ് നമ്മൾ കോമൽ. ഇപ്പോൾ നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ പുറത്തെ വ്യൂ ആണ്. പൈററ്റ്സ് റിസോർട്ട് ബൈ ഹോട്ടൽ സ്മഗ്ലേഴ്സ്. ഒരു വെറൈറ്റി നെയിമാണ്. നല്ല രസമുണ്ടാ. വലിയൊരു എന്താ പറയുക ഹോട്ടലാണ്. മൗണ്ടൻ്റെ ബാക്ക് സൈഡിലുള്ള കണ്ട ആ സൈഡിലെല്ലാം നമുക്ക് മൗണ്ടൻ കാണാൻ പറ്റും. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ ഫുള്ള് മഞ്ഞ് മല. കണ്ട അൻവേ നോക്കട്ടെ. ഈ സൈഡ് ഫുള്ള് മഞ്ഞ് മലകളാണ്. നല്ല സ്റ്റൈല് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ എവിടെയാണ് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ ഹഡിംബ ദേവി ടെമ്പിളിൽ പോയിട്ട് ലോക്കൽ സൈറ്റ് സീയിങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഇവിടെ അടിയിൽ കൂടെ കളിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അമ്മയുടെ ജാക്കറ്റ് എങ്ങനെയുണ്ട്? പുതിയ ജാക്കറ്റ് ജാക്കറ്റ്സ് ഇപ്പം ഞാൻ അതിൻ്റെ കുതിൽ പോവും. ഓക്കെ, നമ്മൾ ഹഡിംബ ദേവി ടെമ്പിളിൽ പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ പോസ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് വണ്ടി പോവാണ്. ഇതെല്ലാം പൈൻ മരം. പൈൻ ട്രീ ആകിയ പൈൻ. ദേവദാർ ട്രീ. ഇതെല്ലാം ദേവദാര മരങ്ങളാണ് കേട്ടോ. നാഷണൽ ട്രീ. കാണുമ്പോൾ നമ്മുടെ ഊട്ടിയിലെ സെയിം ലൈക്ക് പൈൻ ട്രീ.
നമ്മളിപ്പോൾ ഹഡിംബ ദേവി ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടെ ഈ കാണുന്ന വലിയ മരങ്ങളുണ്ട്, നിങ്ങൾ നല്ല ദേവദാര മരങ്ങളാണ്. ഇവിടെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഈ ഭീമൻ്റെ വൈഫിൻ്റെ പേരാണ് ഹഡിംബ എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ കണ്ടോ ഇങ്ങനെ ഈ മണാലീൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ടോ, ഓപ്ഷൻ ഉണ്ടോ. ഒരു ഇങ്ങനെ ഫോട്ടോ എടുത്തു തരും. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഷോർട്സിലോ ഷോള്, തൊപ്പികൾ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കണ്ടോ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉണ്ടോ ട്രഡീഷണൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ. എല്ലാം ഹാൻഡ് मेड आइटम्स हैं. आपका नाम क्या है? इधर गाँव इधर है क्या? इधर है. हाँ इधर हैंड मेड आइटम्स. कितना है? 300 का. अब कुछ कैप वगैरह 150 का. मफलर है क्या? मफलर देखा है. हाँ ब्लैक वाला. नहीं हाँ ये अच्छा है. हाँ हाँ ना सुन 100 का है. हाँ अच्छा है ना. हाँ लड़ू ये अच्छा है. 2 दे दो. ओके റെഡ് വാല. നല്ല കളറാണ്, നല്ല റെഡ്. നല്ല മഫ്ലറും പിന്നെ ഗ്ലൗസും. എൻ്റെ ഗ്ലൗസ് നല്ല തണുപ്പുണ്ട്, അപ്പോൾ ഗ്ലൗസ് മേടിക്കാമെന്ന് വെച്ചു. പിന്നെ കഴുത്തിന് ഇതാ ഈ 2 മഫ്ലർ നമ്മൾ മേടിച്ചത് കേട്ടോ. ഇത് നല്ല അടിപൊളി മഫ്ലറാണ്. ഇത് 2 എടുത്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കുറച്ച് കുറയും. അൻപേക്ക് വേണ്ടിയിട്ട് ചെറിയ ഗ്ലൗസ് നമ്മൾ മേടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി സംഭവം ഉണ്ടോ. നമ്മൾ എന്നാ മഫ്ലർ മേടിച്ചിട്ടുണ്ട്. മഫ്ലർ ഇതിനൊരു കയോറ മേടിച്ചു. കയോറ 5 ബാഗിലുണ്ട്. അടിപൊളി സംഭവം കിട്ടുന്നതോ. എന്താ പറ്റിയേ അൻവേക്ക്? എന്താ പറ്റിയേ? അൻവേക്ക് മഫ്ലർ കിട്ടിയ? അൻവേക്കും മേടിച്ചു നീ? അൻവേൻ്റെ പണ്ടത്തെ മഫ്ലറോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്നാ കണ്ടോ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ കിतना है? 100 रुपया. അതെ കോസ്റ്റ്യൂം എത്ര വേണ്ട? ഞാനല്ലേ നമ്മൾ 3 കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. മണാലിയിലെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. ഒരു കണ്ടി ഓക്കെ. അപ്പോൾ നമ്മളെ ഡ്രസ്സിലെ ഐറ്റംസ് ഇട്ടത് അന്വേ നോക്കടാ. അന്വേൻ്റെ എല്ലാ ഡ്രസ്സ് ഐറ്റംസും ഇട്ടിട്ടുണ്ട്. ഇതാണ് മണാലി കോസ്റ്റ്യൂം. വാ അടിപൊളി സംഭവം കിട്ടണം. ഇതിന് ഡ്രസ്സിയുടെ ഓരോ ഡ്രസ്സിയുടെ 100 റുപ്യാണ് ഇതിൻ്റെ പൈസ വരുന്നത്. അടുത്തായിട്ടാണ് വന്നിട്ടുണ്ട്. ഇത് മൊയലല്ല, ഇതല്ലേ മുയലല്ലേ? ഇത് മുയലേനാ? റാബിറ്റ് ഏനാ? റാബിറ്റ് കിतना है फोटो के लिए? 50. വേണ്ടല്ലോ മതിയില്ലേ? വേണോ? നൈസായി. അവിടുന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് അവർ എടുത്തു തന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ മണാലിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു. നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ഇവിടെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. മാക്സിമം ആൾക്കാർ അത് കവർ ചെയ്യും. നമ്മളെ ഇതാണ് മറ്റേ അമ്പലം എത്തിയിട്ടോ. ഇതാണ് ഹിഡംബ ദേവി ടെമ്പിൾ. നമ്മുടെ ഭീമൻ്റെ വൈഫിൻ്റെ പേരിൽ അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത്. ഇതാണ് നമ്മളെ ഹിഡംബ ദേവി ടെമ്പിൾ. നല്ല ക്യൂ ഉണ്ട്. അകത്ത് കയറണമെങ്കിൽ ആ ക്യൂ ഫുള്ള് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. മഞ്ഞ് പെയ്യുമ്പോൾ മഞ്ഞുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും. പക്ഷേ ഇന്ന് മഞ്ഞൊന്നും പെയ്യില്ല. എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇതാന്ന് തോന്നുന്നു ഫ്രണ്ട്. കുറേ മൃഗങ്ങളെല്ലാം എന്നാ മാൻ്റെ എല്ലാം തലയെല്ലാം അവിടെ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠ. പ്രത്യേകിച്ചൊരു ഹിഡംബ പ്രതിഷ്ഠയൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ടോ ഇവിടെ നമുക്ക് ഒരുപാട് എന്നാ മൃഗങ്ങളെ തോല് കൊണ്ട് മൃഗങ്ങളെ തോലല്ല കൊമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതാണെന്നുകൊണ്ട് നല്ല
ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എന്നാ വൈബുള്ള ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ ഭീമൻ്റെ ഭാര്യൻ്റെ പേരിൽ അമ്പലമാണല്ലോ ഇത്. ഇവിടെ ഒരുപാട് എന്നാ ഇങ്ങനത്തെ തൊപ്പി വെക്കുന്ന ആൾക്കാരും ഒരുപാട് ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ ഗെയിം പോലത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്നാ അല്ലാണ്ട് കുറേ ടൂറിസ്റ്റുകളുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോൾ സീസണാണല്ലോ, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം കാണാം, ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എന്നാ വെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3-4 ഡിഗ്രി സെൽഷ്യസിലാണ് രാവിലെ നിൽക്കുന്നത്. രാത്രി 5 മണിയാകുമ്പോൾ ഏകദേശം മൈനസിലേക്ക് പോകും. അതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് വിടണം. നമുക്ക് അടുത്ത കുറച്ച് നേരം കവർ ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. हाँ हाँ तो जब उसका भाई और वो जंगल में घूम रहे थे, यही जंगल था, हाँ तो उन्हें यहाँ पे 5 पांडव मिले। हाँ और भीम उस टाइम उनकी जो चौकीदारी बोलते हैं ना, हाँ जैसे पहरा दे रहा था, हाँ पहरा दे रहा था, तो उसने देखा कि कोई राक्षस आ रहा है हाँ जो भीम की पूरी फैमिली को हाँ खाने की चेष्टा से आया था। ठीक है? ഹരിമ്പാദേവിന്റെ ഐതിഹ്യമാണ് പറയുന്നത്. तो हडिम्बा हाँ वो भी राक्षस नहीं थी, उसको भीम पसंद आ गया। हाँ हाँ ठीक है कि हाँ। भाई इनको मत छेड़ो, हाँ इस तरह का कुछ था। और उसके बाद भीम और उसकी लड़ाई होगी, उसकी हडिम्बा माता के हाँ भाई की। तो फिर वो भीम ने उसको मार गिराया। और उसके बाद हडिम्बा के साथ भीम ने शादी की। ठीक है, शादी की। उसके बाद उसका माता का रूप बन गया। जैसे ही शादी होगी तो वो श्राप से मुक्त हो गई, जो राक्षसनी का श्राप था उससे मुक्त हो गई। उसके बाद उसकी पूजा करने लगे लोग। और उसके बाद हमारा जो നമ്മുടെ ഹഡിംബാദേവി ടെമ്പിൾ എന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇങ്ങോട്ടാ പോകുന്ന പറഞ്ഞാൽ മാൾ റോഡോ? നെക്സ്റ്റ് വസിഷ്ഠയാണോ? ആ വസിഷ്ഠ. നെക്സ്റ്റ് ലൊക്കേഷൻ ഇസ് വസിഷ്ഠ. നമ്മളിപ്പോൾ വസിഷ്ഠയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വസിഷ്ഠ ടെമ്പിൾ ആ ഏരിയയിലേക്കാണ് ഈ വസിഷ്ഠ ടെമ്പിൾ വരുന്നത്. ഇവിടെ എല്ലാം എന്നാ ഇവിടെ ഒരു റിവർ ഉണ്ട്, അതേതാണെന്ന് അറിയില്ല, ബിയാസ് റിവറാണെന്നറിയും. ദൂരെ നിങ്ങൾക്ക് മല കാണാൻ പറ്റും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മലയത്. എന്താ രസം. ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ട് ഫുള്ള് മലകളാണ്, നല്ല ഗംഭീര വ്യൂ. ആ ദേവത്തെ എന്താ മഴ, എന്തോ വേറെ പരിപാടി കേട്ടോ. ലോക്കൽ സെലിബ്രേഷൻ है क्या? ടെമ്പിൾ ടെമ്പിൾ ദൈവത്തിന് പ്രതിഷ്ഠയായിട്ട് പോകുന്നത് അല്ലേ? പ്രതിഷ്ഠ ദൈവം. कौन देवता है? कौन देवता है? ഇവരെന്തോ അമ്പലത്തിൽ എന്തോ പരിപാടിയാണ്. വസിഷ്ഠ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. കണ്ടോ ഇവിടെ കുറേ അണ്ടിപ്പരപ്പിലിതാ. നമ്മൾ വസിഷ്ഠ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഈ സൈഡിലെല്ലാം ചെറിയ പാനിപ്പൂരി മറ്റുള്ള കുറേ സ്വീറ്റ്സ് നമുക്കെടുത്ത് കാണാൻ പറ്റും കേട്ടോ. മണാലിയിൽ സ്പെഷ്യൽ
ഇതാണ് വസിഷ്ഠ ടെമ്പിൾ കേട്ടോ. നല്ല തിരക്കുണ്ട് ഇടാ. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തുള്ള പരിപാടി. ഇവിടെ എനിക്കൊന്ന് ഷൂസ് അയക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇതാ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ തീയറിച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പല്ല. വാ കയറി നോക്കാം. നമുക്ക് അങ്ങോട്ടേക്ക് കയറി നോക്കാം. വാ വീട്ടിൽ ഷൂ അയക്കണം. ഷൂ അയച്ചിട്ടാണ് കയറാൻ പറ്റും. ഇവിടെ പെട്ടെന്ന് അയക്കണം. പെട്ടെന്ന് അയച്ചോ. എന്നിട്ട് പെട്ടെന്ന് അയച്ച് കയറാവാ. ഇത് രാം ടെമ്പിൾ കേട്ടോ. രാം ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഉണ്ടോ? എനിക്കൊന്ന് അതാകൊണ്ട് പിന്നെ വസിഷ്ഠ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്നെ ഹോട്ട് വാട്ടർ സ്പ്രിങ് ഉണ്ട്. എനിക്കൊന്ന് ആ സൈഡിലാണ് ഹോട്ട് വാട്ടർ സ്പ്രിങ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ രാം ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമാണ് ഇവിടെ കാണുന്നുണ്ട്. രാം ടെമ്പിൾ ഇവിടെ ഉണ്ട്. നോക്കാം നമുക്ക്. ഇതുണ്ട് രാം ടെമ്പിളിൻ്റെ ബോർഡിൽ കാണുന്നുണ്ട്. ഹോട്ട് സ്പ്രിങ് ആണ്. ഇതാണ് വസിഷ്ഠ ടെമ്പിളിൽ ഹോട്ട് സ്പ്രിങ് കാണാൻ പോകണം. നോക്കാം. ഇവിടെയാണ് ആ മെൻസ് ബാത്തിൻ്റെ സെൻറ്റർ ഉള്ളത്. കാണിച്ചത് ഇതാണ്. മറ്റേ ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടോ. നേരത്തെ പറഞ്ഞ ഹോട്ട് സ്പ്രിങ്ങിനകത്താണ്. അവിടെ ഫോട്ടോഗ്രാഫി അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അകത്താണ് ചൂടുവെള്ളം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് വസിഷ്ഠ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 5:30 ആയിരത്തി തന്നെ ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ഇവിടെ മാൾ റോഡിൽ നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എപ്പിസോഡ് നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വസിഷ്ഠ ടെമ്പിളും വീണ്ടും ഹഡിംബ ദേവി ടെമ്പിളാണ് നിങ്ങളിന്ന് കാണിച്ചത്. നാളെ നമ്മൾ അടൽ ടണൽ അല്ലെങ്കിൽ സോലാങ് വാലി എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ 2ാമത്തെ ദിവസമാണ് നമ്മൾ. മണാലിൽ ഇപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസാണ്. 5 മണി കഴിഞ്ഞ് 1 മണിക്ക് 1 ഡിഗ്രി മൈനസിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ അധികം മാൾ റോഡിലേക്ക് പോകാത്തത്. മാൾ റോഡ് നമ്മൾ പിന്നെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ചാനലാണത്തർ എന്തായാലും മാക്സിമം ചാനൽ കാണുക, മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കുക. ബൈ ബൈ, സൈനിങ് ഓഫ്.